മോർണിംഗ് ഷോയിൽ ഇനി അതിഥിയുടെ സമയമാണ്. അനൂപ് മേനോൻ നായകനാകുന്ന സർവോപരി പാലാക്കാരൻ നാളെ തിയേറ്ററുകളിലെത്തുകയാണ്. വേണുഗോപനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അനു സിതാരയും അപർണ ബാലമുരളിയുമാണ് ചിത്രത്തിലെ നായികമാർ. അതിഥിയായി നമ്മളോടൊപ്പം അപർണ ബാലമുരളി തൃശ്ശൂരിൽ നിന്ന് ചേർന്നു. അപർണ, ഗുഡ് മോർണിംഗ്. 2 ആഴ്ച മുന്നേ സൺഡേ ഹോളിഡേയുടെ വിശേഷങ്ങളുമായിട്ട് എത്തി. ഇതാ അടുത്ത സിനിമ വന്നു. ഇനി അതിൻ്റെ പിറകെ തൃശ്ശൂർ പേരൂർ ക്ലിപ്തം വരുന്നു. നല്ല തിരക്കിലാണല്ലേ? ഞങ്ങളുടെ എന്താ പറയുക, ഷൂട്ട് കഴിഞ്ഞിട്ട് കുറേ ആയി, പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ റിലീസസ് ഒക്കെ വന്നത്. അപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആണ് ആക്ച്വലി. ഇനി പാലാക്കാരനെ പറ്റി പറയൂ. പാലാക്കാരൻ്റെ മനസ്സിനെ ആകെ മാറ്റിമറിക്കുന്ന അനുപമയാണെന്ന് ഇതൊക്കെ പത്രത്തിൽ നിന്നൊക്കെ വായിച്ചായിരുന്നു. അപർണ തന്നെ പറയൂ അനുപമയെ പറ്റി. അങ്ങനെയല്ല, ഇതിൽ അനൂപേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു എന്താ പറയുക, ഒരു നോഷൻ ഉണ്ട് ആൾക്ക്. ആൾ കുറേ കാര്യങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ആൾ വിചാരിക്കുന്ന പോലെ അല്ല സ്ത്രീകൾ, അല്ലെങ്കിൽ അതുമാതിരി അല്ല സ്ത്രീകൾക്ക് നടക്കാൻ പറ്റുക. കുറേയും കൂടെ എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ട് അവർക്കും ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു മെയിലിന് കിട്ടുന്ന ഈക്വൽ ഇമ്പോർട്ടൻസ് ഒരു ഫീമെയിലിന് ഇപ്പോൾ കിട്ടാം എന്നാണ് സിനിമ മൊത്തത്തിൽ കൺവേ ചെയ്യുന്നത്. അപ്പോൾ അനൂപേട്ടൻ അതിലൊരു മെയിൽ ഷോണിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ അങ്ങനെയല്ല, ഞങ്ങൾക്കും വേണം കുറച്ച് അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏറ്റവും വേണ്ട ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു മൂവിയാണ്. അപർണയോടൊപ്പം തന്നെ നല്ല തിരക്കുള്ള അനു സിതാരയെ കൂടിയാണ്. 2 പ്രധാന നായിക വേഷങ്ങളാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അപർണയുടെ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. 2 സുന്ദരി കുട്ടികൾ ഒന്നിച്ച് അഭിനയിക്കുന്നതല്ല ഉദ്ദേശിച്ചത്. അതുപോലെ ഈ അപർണയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണ്. നമ്മൾ പറഞ്ഞ സൺഡേ ഹോളിഡേ തിയേറ്ററുകളിൽ നിന്ന് ഇപ്പോഴും അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും അവസാനിച്ചിട്ടില്ല. അതിനിടയിൽ തന്നെ പുതിയ ഒരു ചിത്രം കൂടി വരുന്നു. എന്താണ് ഇതിനൊരു ഫാമിലി ത്രില്ലർ അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുമോ നമുക്ക്? ഇല്ല, സർവോപരി പാലാക്കാരൻ എന്ന് പറയുന്ന ഒരു ഫാമിലി ത്രില്ലറിനെക്കാട്ടിലും എല്ലാ ഇൻഡിവിജ്വലും കണ്ടിരിക്കേണ്ട ഒരു പടമാണെന്ന് തോന്നുന്നു. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ തിരുത്തൽ വേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ഇൻഡിവിജ്വലും കണ്ടിരിക്കും. ഒരു ഫാമിലി ത്രില്ലറിനെക്കാട്ടിലും എല്ലാവരും കണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ മെസ്സേജ് അതിന് കിട്ടും. സോ അതാണ് ബേസിക്കലി സർവോപരി പാലാക്കാരനിൽ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ അഭിപ്രായമുള്ള നിലപാടുകളുള്ള ഒരു ആക്ടിവിസ്റ്റാണ് അനുപമ. അപർണ എങ്ങനെയാണ്? അപർണ ചെറിയ കുട്ടിയാണ്, എന്നാലും അറിയാം കൃത്യമായ നിലപാടുകളൊക്കെ ഉണ്ട് അപർണയ്ക്ക്. അപർണയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ മാതിരി തന്നെ അധികം ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് അല്ല എൻ്റേത്. എനിക്ക് കുറേയും കൂടെ ഒരു ചാലഞ്ചിങ് റോളായിരുന്നു അത്. ഇത്തിരി ടഫായിരുന്നു എനിക്ക് ബേസിക്കലി. കാരണം അനുപമയുടെ ക്യാരക്ടറും എൻ്റെ അപർണ എന്ന് പറഞ്ഞ ക്യാരക്ടറും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തേന് അതിലൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ, ഒരു ആക്ടിവിസ്റ്റിനുപരി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ്. അപ്പോൾ അതിൻ്റെ കുറേ ബോഡി ലാംഗ്വേജസ്, അതുപോലെ ഒരു ആക്ടിവിസ്റ്റിൻ്റെ. അപ്പോൾ എനിക്ക് സുരേഷ് സാർ ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ബോഡി ലാംഗ്വേജ് എന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു. പറഞ്ഞ മാതിരി എനിക്ക് അധികം അതിനെ പറ്റിയിട്ട് ഞാൻ അത്രയ്ക്ക് ക്ലോസ് ടു ക്യാരക്ടർ അല്ല. എനിക്ക് കുറേയും കൂടെ അതിന് വേണ്ടി മാറേണ്ടി വന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിലും വളരെ ബോൾഡായിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ, ക്ലിപ്തത്തിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ ഒരു ഭാഗീരഥി എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ക്യാരക്ടർ നെയിം ഭാഗീരഥിയാണ്. ഒരു ബോൾഡ്, റഫ്, ടഫ് ഒരു ക്യാരക്ടറാണ് ക്ലിപ്തത്തിൽ ചെയ്യുന്നത്. വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് എവർ ഐ ഹവ് ഡൺ ടിൽ നൗ. അപർണയാണെങ്കിൽ ഭയങ്കര പാവം പിടിച്ച് ഒരു വളരെ സ്വീറ്റായ കുട്ടിയാണ്. ഈ കിട്ടുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ ഭയങ്കര കട്ടയ്ക്ക് നല്ല തല്ലൂടി കുട്ടികളെ മാരത്തെ ക്യാരക്ടർ. അതെന്താ അങ്ങനെ കൃത്യമായിട്ടൊക്കെ അങ്ങോട്ട് തന്നെ വരണത്? അല്ല, പാവം സ്വീറ്റൊക്കെ തോന്നണതാണോ? ദേഷ്യപ്പെടുന്ന ഒരു വശം എനിക്കുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ എന്നെക്കാട്ടിലും ഒരുപാട് സെറ്റിൽഡും മെച്ചോർഡും ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എനിക്ക് കിട്ടുന്നത്. പ്രധാനപ്പെട്ട 2 നായികമാരെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അനു സിതാരയുടെ കഥാപാത്രത്തെയും അതിൻ്റെ ഒരു സഞ്ചാരത്തെയും പ്രമേയത്തെയും അതെങ്ങനെ സ്വാധീനിക്കുന്നു, ആ കാര്യം കൂടി ഒന്ന് പറയാം.
അനുവിൻ്റെ ക്യാരക്ടറെ എൻ്റെ ക്യാരക്ടറിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഗേൾ, അതിൽ ആക്ച്വലി അനൂപേട്ടൻ്റെ ഫിയാൻസി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അനൂപേട്ടൻ്റെ ഫിയാൻസി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു മെയിൽ ഷോനിസ്റ്റാണ് അനൂപേട്ടൻ. അതിനനുസരിച്ചിട്ടുള്ളൊരു നല്ലൊരു ഭാര്യ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് അനുവിൻ്റെ വരുന്നത്. അപ്പോൾ ഭയങ്കര കോൺട്രാസ്റ്റ് ആണ് ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ. ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ മാതിരി ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് ഞങ്ങളുടേത്. അപർണയ്ക്ക് സത്യത്തിലൊരു വലിയ ഭാഗ്യമാണ് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഏതായാലും ഒരു അത്ര വലിയ കഥാപാത്രങ്ങളാണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു എഫേർട്ട് ഇടേണ്ട തരം കഥാപാത്രങ്ങൾ തന്നെ തേടിയെത്തുന്നുണ്ട്. അതൊരു ഭാഗ്യമായി തന്നെ കാണാം അല്ലേ? അതെ അതെ, കാരണം ഞാൻ ഇപ്പം അധികം മൂവീസൊന്നും ആയിട്ടില്ല, എന്നിട്ട് പോലും എനിക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സൺഡേ ഹോളിഡേയിലത്തെ അനു, സർവോപരി പാലാക്കാരനത്തെ അനുപമ, അതൊന്നും ഏറ്റവും ഭയങ്കര ഡിഫറെൻ്റ് ആണ് തൃശ്ശൂർ പേരൂർ ക്ലിപ്പിലത്തെ ഭാഗീരഥി. അപ്പോൾ അതിൽ എനിക്ക് ഭാഗ്യം തോന്നുന്നുണ്ട്, നല്ലോണം ഭാഗ്യം തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ അനുപമയുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, നേരത്തെ അപർണ തന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ സമയത്ത് വേണ്ടതാണ്. ഒരു താരതമ്യേന പുതിയ ആളാണ് അപർണ. അങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ ശക്തമായ കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമയിൽ വേണം. കാരണം അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, ജീവിതത്തിലും പെൺകുട്ടികൾ എങ്ങനെയാവണം, ആ ഒരു രീതിയിൽ ഇൻസ്പയറിംഗ് ആയ ഒരു ക്യാരക്ടർ തന്നെയാണോ ഇത്? അതെ, അനുപമ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു ഫീമെയിൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത്രയ്ക്ക് പെട്ടെന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല ഒരു ഫീമെയിൽ. നമുക്കറിയാം, ഈസി ടു എക്സ്പ്ലോയിറ്റ് ആണ് നമ്മളെപ്പോഴും ഫീമെയിലിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് പെട്ടെന്ന് ചെയ്യരുത്, അല്ലെങ്കിൽ അവർക്കും ഓരോ അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളും നിലപാടുകളും ഉണ്ടെന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അനുപമ. തിയേറ്ററുകളെല്ലാം ഇപ്പോൾ സിനിമകളെ കൊണ്ട് അത്യാവശ്യം സജീവമായി നിൽക്കുകയാണ്. നല്ല സിനിമകൾ തിയേറ്ററുകളിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സർവോപരി പാലാക്കാരനും എത്താൻ പോകുന്നത്. പ്രേക്ഷകരോട് പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തുണ്ടാകും സർവോപരി പാലാക്കാരൻ? ഞാൻ പറഞ്ഞ മാതിരി തന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇൻഡിവിജ്വലും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒന്ന് കണ്ടിരിക്കേണ്ട പടം തന്നെയാണ് സർവോപരി പാലാക്കാരൻ എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നതും തിരുത്തേണ്ടതായിട്ടും, അല്ലെങ്കിൽ എന്താ നമുക്ക് തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ചിലപ്പോൾ സർവോപരി പാലാക്കാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാരണത്തിലാണ് എനിക്ക് തോന്നുന്നു കാണണം എന്ന് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. നായിക മാത്രമല്ല, ഗായിക കൂടിയാണ്. ഗായിക എന്നുള്ള നിലയ്ക്ക് പുതിയ ശ്രമങ്ങൾ എന്തൊക്കെയാണുള്ളത്? ഇല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സൺഡേ ഹോളിഡേയിലത്തെ പാട്ട് പാടിയിരുന്നു. അതാണ് ഞാൻ ലേറ്റസ്റ്റായി പാടിയ പാട്ട്, ദീപക്കേട്ടൻ്റെ. വേറെ ഒന്നും ഞാൻ പാടിയിട്ടില്ല. ഒരു പാട്ടും കൂടെ പാടിക്കാവുന്നതാണല്ലേ? ഒരു പാട്ടും കൂടെ വേണമെങ്കിൽ പാടാം അല്ലേ? ഒരു പാട്ടും കൂടെ പാടാലോ അല്ലേ? ഇപ്പോഴോ? പാടിക്കൂടെ? അല്ല, ഞാനിപ്പോ ലേറ്റസ്റ്റ് ഞാനതാ പറഞ്ഞ സൺഡേ ഹോളിഡേയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാട്ട് തന്നെയാണ് പാടിയിരിക്കണേന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ്. അല്ല, ഒരു പാട്ടും കൂടെ നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ കൂടെ വേണ്ടി രാവിലെയൊക്കെ അല്ലേ, നല്ല രസമല്ലേ പാട്ടൊക്കെ കേൾക്കാൻ? നല്ല രസമാണ് പാടാൻ, ഒത്തിരി പാട്. ഞാൻ എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേയിലത്തെ പാട്ട് തന്നെ ഞാൻ വീണ്ടും പാടാം. ആക്ച്വലി എനിക്കിപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു പാട്ട്. ഞങ്ങൾ കേട്ടിട്ടില്ല, അന്ന് മോർണിംഗ് ഷോയിൽ വന്നപ്പോൾ ഞങ്ങൾ കേട്ടില്ല, അതുകൊണ്ട് ധൈര്യമായി പാടിക്കോളൂ. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവനോ, അറിയാതൊരോമൽ പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകെ തന്നെയായി നാം. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവനോ. ഇത്രയും മനോഹരമായി പാടുന്ന ആളാണ് പാടുന്നില്ല എന്ന് പറഞ്ഞു. പറഞ്ഞൊരു പാട്ടുകാരിയാണ് ബേസിക്കലി അല്ലേ പറഞ്ഞ?
എന്തായാലും വലിയ സന്തോഷം മാതൃഭൂമി മോർണിംഗ് ഷോ. ഞാനതാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് തന്നെയാ പാടിയെന്നുള്ളതുകൊണ്ട് ഒരു പേടിയായിരുന്നു. നമുക്ക് ആരോടും പറയണ്ട, സ്വകാര്യമായിരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പാടിയത് സ്വകാര്യമായിട്ട്, ഇത് മാത്രം എല്ലാവരും കണ്ടു എന്ന് വിചാരിച്ചു. അതെ, ആരും കേട്ടിട്ടില്ലല്ലോ. വളരെ സന്തോഷം അപർണ. ഒപ്പം അനുപമയ്ക്കും അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന ഭാഗ്യരഥിക്കും ഒക്കെ ആശംസകൾ ഇപ്പം തന്നെ നേരാണ്. തിയേറ്ററുകളിൽ നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ടാവട്ടെ, നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടട്ടെ, നമുക്ക് ഇനിയും കാണാൻ പറ്റട്ടെ. താങ്ക് യു.